നാം അല്ലാഹുവിനോട് നിരന്തരം സ്വർഗ്ഗത്തെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നഹ വ അഊദു ബിക മിനന്നാർ. എന്താ ഈ വാചകത്തിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നു. വ അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ ഒരൽപ്പം പോലും പൊള്ളൽ സഹിക്കാൻ നമുക്ക് ശേഷിയില്ലല്ലോ. ഈ കാണുന്ന സ്വർഗലോകത്തേക്കൊരു മനുഷ്യന് കടന്നു ചെല്ലേണ്ട ദൂരം എത്രയാണ്, കാലമെത്രയാ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ എത്ര പ്രയാസപ്പെടുന്നുണ്ട്, എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ നമുക്ക് പോവേണ്ട വഴിയിലൂടെ ഒരു വലിയ പാലം കടക്കേണ്ടതുണ്ടെന്ന് കരുതുക. ആ പാലം നീളമേറിയ, അല്പം നീളമേറിയ പാലം, തെങ്ങുകൊണ്ട് നിർമ്മിച്ച പാലമാണെന്ന് കരുതുക, വീതി കുറഞ്ഞ പാലം. ആ പാലം കടന്നു ചെല്ലുമ്പോൾ ആ പാലത്ത് നിന്ന് താഴോട്ട് നോക്കിയാൽ വലിയ ആഴമുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ വീതി കുറഞ്ഞ പാലമൊന്ന് നടന്നു ചെല്ലാൻ നാം പാടുപെടുന്നത് എത്രയാ, നാം കഷ്ടപ്പെടുന്നത് എത്രയാ. എന്നാൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു പാലം മുറിച്ച് കടക്കേണ്ടതുണ്ട്, ഒരു പാലം കഴിഞ്ഞു കടക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പാലത്തിന്റെ വീതിയെക്കുറിച്ച് കിതാബുകളിൽ നാം കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഒരു കവുങ്ങിന്റെ വീതി ആ പാലത്തിനില്ല. അതല്ലെങ്കിൽ ഒരു വടിയുടെ വീതി പോലും ആ പാലത്തിനില്ല. ഒരു കയറിന്റെ വീതി ആ പാലത്തിനില്ല. ഒരു നൂലിന്റെ വീതി ആ പാലത്തിനില്ല. നമ്മുടെ തലകളിലിരിക്കുന്ന മുടിയേക്കാളൊക്കെ നേർത്ത പാലം നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിയിൽ കാണാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്രക്ക് വീതി കുറഞ്ഞ പാലത്തിലൂടെ നമുക്ക് നടന്നു ചെല്ലേണ്ട കാലത്തെക്കുറിച്ച് കിതാബുകളിൽ കാണാൻ കഴിയും. ഒരു കവുങ്ങിനാൽ നിർമ്മിച്ച ഒരു പാലം തന്നെ 5-10 മിനിറ്റ് ചിലവഴിച്ചുകൊണ്ട് അപ്പുറത്ത് കടക്കാൻ നാം എത്ര പ്രയാസപ്പെടുന്നു, എത്ര കഷ്ടപ്പെടുന്നു, എത്ര പാടുപെടുന്നു. എന്നാൽ ഈ സിറാത്ത് പാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ പാലം നമ്മുടെ തലകളിലിരിക്കുന്ന മുടിയേക്കാൾ ഈ നേർത്ത പാലം നാം ഒന്ന് കടന്നു ചെല്ലേണ്ട രംഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഓരോ മനുഷ്യനും ഈ ഭീകരമായ രംഗം നേരിട്ടുകൊണ്ട് കടന്നു കളയേണ്ട കാലം 5 മിനിറ്റ് അല്ല പ്രിയപ്പെട്ടവരെ, 10 മിനിറ്റ് അല്ല, ഒരു മണിക്കൂറല്ല, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല. മറിച്ച് ഈ പാലം ഓരോ മനുഷ്യനും കടന്നു ചെല്ലേണ്ട കാലം ആയിരക്കണക്കിന് വർഷങ്ങളാണ്, 15,000 വർഷമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു കാവല് തരട്ടെ. ഈ പാലം കടന്നു പോവേണ്ട രംഗം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ഇത് നേരിടേണ്ടത് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇത് കടന്നു പോകുമ്പോൾ എത്ര ആളുകൾ കാലിടറി വീഴുന്ന രംഗം നമ്മൾ നേരിട്ട് കാണേണ്ടതുണ്ട്. എത്ര ആളുകൾ ഈ പാലം കടക്കാൻ പൂർത്തിയാവാതെ ഇടയിൽ വെച്ചുകൊണ്ട് താഴോട്ട് കാലിടറി വീഴുകൊണ്ട് ശരീരം അതാ നരകത്തിലേക്ക് ചെന്ന് പതിക്കുകയാണ്. നരകാഗ്നിയിലേക്ക് ചെന്നുകൊണ്ട് വീഴുമ്പോൾ ഒരുപാട് ആളുകളെ ശരീരം നിമിഷ സമയം കൊണ്ട് കരിക്കട്ടകളായി മാറുകയാണ്, ഉരുകിപ്പോവുകയാണ്. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ഒരു സെക്കൻഡ് പോലും ആ നരകത്തിന്റെ ഭീകരത നേരിടാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിന് അതിനുള്ള ത്വാഖത്തില്ല, അതിനുള്ള ആവതില്ല. വല്ലാത്തൊരു രംഗമായിരിക്കും.
വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. അല്ലാഹുവിനോട് നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബ് നമുക്ക് നരകത്തിൽ നിന്ന് മോചനം തരികയാണ്. അല്ലാഹു അത് തരട്ടെ, അല്ലാഹു അത് നൽകട്ടെ. എന്നാൽ ചില ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് 15,000 വർഷം ഈ സ്വർഗത്തിലേക്ക് എത്താനിങ്ങനെ പാടുപെടുമ്പോൾ അതേ സിറാത്ത് പാലത്തിലൂടെ 15,000 വർഷം കഷ്ടപ്പെട്ടുകൊണ്ടങ്ങനെ നടന്ന് നീങ്ങി പ്രയാസത്തിലാണ്, പരിഭവത്തിലാണ്, പേടിയിലാണ്. ആ രൂപത്തിൽ ഇങ്ങനെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് പാടുപെട്ടുകൊണ്ട് നടന്ന് നീങ്ങുകയാണ്. ഒരാൾക്ക് പോലും ഒരു പ്രതീക്ഷയുമില്ല, എനിക്കിത് പൂർത്തീകരിക്കാൻ കഴിയുമോ, ഞാൻ ഈ സ്വർഗലോകത്തേക്ക് എത്തിച്ചേരുമോ എന്നൊരു പ്രതീക്ഷയുമില്ലാതെ പാടുപെട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നടന്നു നീങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട്, ചില ജനങ്ങളുണ്ട്, അവര് സ്വർഗത്തിലേക്ക് പോകുന്നത് കാണാൻ എന്തൊരു മനോഹരമാ, എന്തൊരു കൗതുകമാ, എന്തൊരു ചന്തമാ. ചില ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്ന രംഗത്തെക്കുറിച്ച് ഹദീസിൽ നോക്കിയാൽ കാണുകയാണ്. ആ വിഭാഗം ആളുകളങ്ങ് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ജനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാ. പറവകളെപ്പോലെ നല്ല നല്ല ചിറകുകളോടുകൂടെ സ്വർഗത്തിലേക്ക് ഹൈ പവറിലതാ പാറിക്കൊണ്ട് ചില ആളുകളങ്ങ് പോവുകയാണ്. അവര് സ്വർഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് അല്ലാഹുവിൻ്റെ മലക്കുകളതാ സ്വർഗീയ കവാടത്തില് ഈ ആളുകളെ അങ്ങ് സ്വീകരിക്കാൻ ഒരുങ്ങിപ്പോയി. ഇവരെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുകയാണ്, ഇവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുകയാണ്, ഇവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ്. ആരാണ് ആ വിഭാഗം ആളുകള്? ആരാണ് ആ വിഭാഗം ആളുകള്? സുബ്ഹാനല്ലാഹ്, മുത്തുനബി തങ്ങൾ പറയുകയാണ്, അസ്വാഇമൂന ഫീ റമളാൻ, അസ്വാഇമൂന ഫീ റമളാൻ, അസ്വാഇമൂന ഫീ റമളാൻ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പരിശുദ്ധ റമളാനിൽ ഇഖ്ലാസോടുകൂടെ നോമ്പനുഷ്ഠിച്ചവരുണ്ടോ, അവർക്കതാ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം റെഡിയാണ്. ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.